140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസിൽ പരാതി. സുരേഷ് ഗോപിക്ക് ആശ്വാസം. പാലക്കാട് പോളിംഗ് സാമഗ്രി വിതരണത്തിൽ പ്രതിസന്ധി. കോങ്ങാട് ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. ഹൈക്കോടതിയെ സമീപിച്ച് ജി സുധാകരൻ. കോൺഗ്രസ് ഭവന പദ്ധതി വിവാദത്തിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസിൽ പരാതി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, സണ്ണി ജോസഫ്, കെ സുധാകരൻ എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. മുണ്ടക്കൈ സ്വദേശിയായ ജിജീഷാണ് പരാതിക്കാരൻ. സഹായം നൽകാൻ പണം പിരിച്ച് വഞ്ചിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. മേപ്പാടി സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ലോക്സഭാ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ വിജയം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി കേരള ഹൈക്കോടതി തള്ളി. ഹർജി നിലനിൽക്കില്ലെന്ന സുരേഷ് ഗോപിയുടെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി നടപടി. തൃശൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ജോഷി വില്ലടം സമർപ്പിച്ച ഹർജിയാണ് ജസ്റ്റിസ് പി.ബി. സുരേഷ് കുമാർ അടങ്ങിയ ബെഞ്ച് തള്ളിയത്. വോട്ടർമാരെ സ്വാധീനിക്കാൻ സുരേഷ് ഗോപിയും അനുയായികളും മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുവെന്ന് ഹർജിയിൽ ആരോപിച്ചിരുന്നു. പാലക്കാട് ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളുടെ എണ്ണം കുത്തനെ കുറച്ചതിനെതിരെ NGO അസോസിയേഷൻ പ്രതിഷേധവുമായി രംഗത്ത്. കഴിഞ്ഞ തവണ 12 കേന്ദ്രങ്ങളിലായി നടന്ന വിതരണം ഇത്തവണ വെറും 3 കേന്ദ്രങ്ങളിലേക്ക് ഒതുക്കിയതാണ് ഉദ്യോഗസ്ഥർക്കിടയിൽ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് അസോസിയേഷൻ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. കോങ്ങാട് ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. കോങ്ങാട് തടുക്കശ്ശേരി നാഗൻകുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ആന ഇടഞ്ഞോടി പാപ്പാനെ ചവിട്ടിക്കൊന്നു. പാപ്പാൻ രാമൻ ആണ് മരിച്ചത്. കൊല്ലങ്കോട് ഗോവിന്ദൻകുട്ടി എന്ന ആനയാണ് ഉത്സവത്തിനിടെ ഇടഞ്ഞത്. പകൽ ശീവേലിക്കിടെ തെക്കുംഭാഗം ദേശം എഴുന്നള്ളിച്ച ആനയാണ് അപ്രതീക്ഷിതമായി ഇടഞ്ഞത്. ജനങ്ങൾക്കിടയിലൂടെ വിരണ്ടോടിയ ആന സമീപത്തെ വീടുകളിലേക്ക് ഓടാൻ ശ്രമിച്ചു. വീടുകളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച ആനയെ തടഞ്ഞു നിർത്തി തളയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പാപ്പാൻ രാമനെ ആന ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ രാമനെ ഉടൻ തന്നെ പത്തിരിപ്പാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണം അന്തിമഘട്ടത്തിൽ നിൽക്കെ CPM SDPI നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണവുമായി UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരൻ ഹൈക്കോടതിയിൽ. വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും തനിക്കും തന്റെ ഡ്രൈവർക്കും നേരെ വധഭീഷണിയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചത്.